ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിയോട് കൂടിയിട്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നമ്മൾ സദ്യയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു തോരനുണ്ടല്ലോ, നല്ല രുചിയോട് കൂടിയിട്ട് ഒട്ടും കുഴയാത്ത. അപ്പോൾ ആ ഒരു തോരനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഞാനിന്നിവിടെ ഈ ഒരു തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാബേജും ബീൻസും കൂടി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് തോരൻ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും, പിന്നെ ഒരു മുറി തേങ്ങ ഒന്ന് ചിരകിയെടുത്ത് വെച്ചിട്ടുമുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചതച്ച് ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നമ്മളെല്ലാം കൂടി ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് ബീൻസും ക്യാബേജും ഇട്ട് കൊടുത്തു. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് കുത്തി അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പച്ചമുളക് എടുക്കുമ്പോൾ എരിവ് കുറഞ്ഞതാണെങ്കിൽ 2 3 ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കൂടെ തന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഒരു നുള്ളു ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോഴേ ഇത് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞത്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ കടുക്, 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്ത് തോരൻ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഉഴുന്നുപരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് ബ്രൗൺ കളറാകുമ്പോൾ വേണം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഓൾറെഡി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനി ഒരുപാടിട്ട് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അല്പം പോലും വെള്ളം ചേർക്കാതെ വേണം ഈ ഒരു തോരൻ തയ്യാറാക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് കൂട്ടി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്കിത് ചെറിയ തീയിലിട്ട് ഒരു 3 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്ന കാര്യം, നമ്മൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിച്ചാലോ എന്ന് കരുതിയിട്ട് 1-2 പ്രാവശ്യം ഞാൻ ഇടയ്ക്ക് അടപ്പൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതങ്ങ് വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിലിട്ട് വെള്ളം ചേർക്കാതെ തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാനും കഴിയും, ഒട്ടും കുഴഞ്ഞു പോകത്തില്ല. ഒരു 3 പ്രാവശ്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റായി. നമ്മുടെ തോരനൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെ വേണം നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 2-3 പ്രാവശ്യമെങ്കിലും തുറന്ന് നോക്കി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്, ഒട്ടും കുഴഞ്ഞിട്ടില്ല. നല്ല രുചിയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ തോരൻ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ തോരനൊക്കെ ഉണ്ടാക്കി ഞാനിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ തോരനൊക്കെ ഒരുപാട് സമയം അങ്ങനെ വെളിയിൽ വെക്കരുത്. രാവിലെ ഉണ്ടാക്കിയതാണെങ്കിൽ പോലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് വളിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ചൂടാറി കഴിയുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം പുറത്ത് വെച്ചതിന് ശേഷം ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ദിവസമൊക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയും. അതായത് ചൂടാക്കി കഴിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു സദ്യ സ്പെഷ്യൽ തോരൻ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളാണ് പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.